ഞായറാഴ്ച ഞാൻ ഉറങ്ങി എണീച്ചപ്പോൾ ഏതെങ്കിലും അമ്പലത്തിൽ പോകാനുള്ളൊരു ഉൾവിളി തന്നു. അപ്പോഴാണ് ബാംഗ്ലൂരിലെ മുത്തപ്പനെ കുറിച്ചുള്ള ഒരു പോസ്റ്റർ എനിക്ക് ഓർമ്മ വന്നത്. രണ്ടാമതൊന്നും ആലോചിച്ചില്ല, ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രഷായി കല്യാൺ നഗറിലേക്ക് വണ്ടി പിടിച്ചു. ബാംഗ്ലൂരിലെ മലയാളി സമൂഹത്തിന് മുത്തപ്പൻ കേവലം ഒരു ദൈവം മാത്രമല്ല, മറിച്ച് നാടിൻ്റെ ഓർമ്മപ്പെടുത്തലും വലിയൊരു ആശ്വാസവുമാണ്. വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുത്തപ്പൻ മഹോത്സവം ബാംഗ്ലൂരിലെ ചില പ്രദേശത്ത് വലിയ ഒരു ആഘോഷമാണ്. കണ്ണൂരിൽ നിന്നുള്ള തെയ്യം കലാകാരന്മാർ എത്തി ഇവിടെ മുത്തപ്പൻ തെയ്യം കെട്ടിയാടുന്നു. ജാതിമത ഭേദമന്യേ ഏവർക്കും അഭയം നൽകുന്ന ദൈവമാണ് മുത്തപ്പൻ. ഉയർന്നവനോ താഴ്ന്നവനോ വ്യത്യാസമില്ലാതെ എല്ലാവരും മുത്തപ്പൻ്റെ മുന്നിൽ തുല്യരാണ്. ബാംഗ്ലൂരിലെ തിരക്കേറിയ ജീവിതത്തിനിടയിലും മുത്തപ്പൻ മടപ്പുരകളിൽ നമ്മൾ കാണുന്നത് ഈ ഒരുമ തന്നെയാണ്. അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവർ ഏത് നാട്ടുകാരാണെന്നോ ഏത് മതവിശ്വാസികളാണെന്നോ ആരും നോക്കാറില്ല. മുത്തപ്പൻ 2 ദിവ്യരൂപങ്ങളുടെ ആൾരൂപമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നു. തിരുവപ്പന, വെള്ളാട്ടം. ഇരട്ട ദിവ്യരൂപങ്ങളായ തിരുവപ്പന, വെള്ളാട്ടം എന്നിവ വടക്കൻ മലബാർ മേഖലയിലെ തെയ്യം കാളയാട്ടത്തിൻ്റേത് സമാനമാണ്. ഏകദൈവമായി ആരാധിക്കപ്പെടുന്നുണ്ടെങ്കിലും അവ 2 ദൈവങ്ങളുടെ സംയോജിത അല്ലെങ്കിൽ ഏകീകൃത രൂപത്തെ പ്രതിനിധീകരിക്കുന്നു. കാലഭൈരവൻ ശിവൻ്റെ അതിഭീകരവും ഉഗ്രവുമായ രൂപമാണ്. മുത്തപ്പൻ്റെ ദർശനം കഴിഞ്ഞതിനു ശേഷം വയറു നിറയെ സദ്യ കഴിച്ച് നമ്മുടെ സ്വന്തം അതിഥിയും അനന്യയും അവതരിപ്പിച്ച പരിപാടികൾ കണ്ട് തിരിച്ച് റൂമിലേക്ക് പോയി.